ഹിന്ദു പുരാണങ്ങളിൽ ധാരാളം വ്യക്തികളുണ്ടാകുന്നു. അവർ ചിലരെല്ലാം രാജാക്കന്മാരാകുന്നു. അങ്ങനെയുള്ള രാജാക്കന്മാർ ഭരിച്ചിരുന്ന പ്രദേശവും അവർ ബന്ധുത കൂടിയിരുന്ന രാജ്യങ്ങളും, അതുമല്ലെങ്കിൽ പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ചില സർവപ്രധാനമായോ അല്ലെങ്കിൽ അത്ര കണ്ട് പ്രാധാന്യമില്ലെങ്കിൽ പോലും പരാമർശിച്ചിട്ടുള്ളതുമായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൊട്ടാരങ്ങൾ ഇന്നത്തെ ഭൂപടത്തിൽ എവിടെയെല്ലാമാണെന്ന് നോക്കിക്കാണാം. മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന പ്രധാന കഥാപാത്രമായ സൂര്യപുത്രൻ കാന്തേയകർണൻ്റെ ഭരണപ്രദേശമാകുന്നു അംഗരാജ്യം. അംഗരാജ്യം സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ബീഹാറിലെ ബഗൽപൂർ എന്ന സ്ഥലത്താണ്. അടുത്തതായി അർജുനൻ്റെ 4ാമത്തെ പത്നിയായിരുന്ന ചിത്രാംഗത രാജകുമാരിയുടെ രാജ്യമായിരുന്നു മണിപ്പുര. ഒഡീഷ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. ദുര്യോധന പത്നിയായ ഭാനുമതി കലിംഗ രാജകുമാരിയായിരുന്നു. ഭാനുമതിയുമായി ബന്ധപ്പെട്ടത് കൂടാതെ പല ചരിത്രപരമായ സംഭവങ്ങളും പ്രശസ്തരായ ഭരണാധികാരികളും ഉണ്ടായിരുന്ന അതിബൃഹത്തായ ഒരു രാജ്യം കൂടിയായിരുന്നു കലിംഗദേശം. ആ കലിംഗ രാജ്യം സ്ഥിതി ചെയ്തിരുന്നത് ഇന്നത്തെ ഉത്തര തെലുങ്കാന, ആന്ധ്രാപ്രദേശിന്റെ ഉത്തര കിഴക്കൻ മേഖലകൾ, മധ്യപ്രദേശിന്റെ ചില ഭാഗങ്ങൾ, ഒഡീഷ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടന്നിരുന്ന ഒരു ബൃഹത്തായ ഒന്നായിരുന്നു. അടുത്തതായി നകുല സഹദേവന്മാരുടെ മാതാവായ പാണ്ഡുവിൻ്റെ 2ാമത്തെ പത്നിയായ മാദ്രിയുടെ രാജ്യമായിരുന്ന മാതൃദേശം. മാതൃദേശം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് പാക് പഞ്ചാബ് പ്രവിശ്യ പ്രദേശത്തായിരുന്നു. മനാഗ്രാമം. പഞ്ചപാണ്ഡവർ സ്വർഗാരോഹണ യാത്രയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഈ പ്രദേശത്ത് കൂടി കടന്നു പോകുകയുണ്ടായി. കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമം എന്നുള്ളൊരു വിശേഷണം കൂടി ഈ ഗ്രാമത്തിനുണ്ട്. ഈ പ്രദേശത്ത് തന്നെയാണ് പാഞ്ചാലി ദേവി മരിച്ചു വീണതായി വിശ്വസിക്കപ്പെടുന്നത്. ഈ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗത്താണ് വസുധാര വെള്ളച്ചാട്ടം. വസുധാര എന്ന ദൈവിക വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ആ പുണ്യജലം പാപികളായ വ്യക്തികളുടെ ശരീരത്തിൽ പതിക്കില്ല എന്നതാണ് വിശ്വാസം. സർവ്വരാഷ്ട്രങ്ങളും സൈന്യത്തെ അയച്ചുകൊണ്ട് നടത്തപ്പെട്ട യുദ്ധമാകുന്നു മഹാഭാരത യുദ്ധം. അതിനാൽ തന്നെയാണല്ലോ ആ യുദ്ധത്തിന് മഹാഭാരതമെന്ന് നാമമായിരിക്കുന്നത്. അതിനാൽ തന്നെ പഞ്ചപാണ്ഡവരുടെ പക്ഷം ചേർന്ന് യുദ്ധം ചെയ്ത നാട്ടുരാജവംശങ്ങളാകുന്നു പാണ്ഡ്യരും ചോളന്മാരും ചേരന്മാരും. ഈ വംശങ്ങൾ ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഭരണം നടത്തിയിരുന്ന പ്രദേശമാകുന്നു തമിഴ്നാടും കേരളവുമെല്ലാം. ശിവപാർവതിമാരുടെ വിവാഹം നടന്ന സ്ഥലമാകുന്നു ത്രിയുഗി നാരായണ ക്ഷേത്രം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാകുന്നു. ഈ ക്ഷേത്രത്തിൽ അന്ന് വിവാഹത്തിനായി തെളിച്ച ഹോമകുണ്ഡം ഇന്നും അണയാതെ തന്നെ പരിപാലിക്കുന്നു. പ്രത്യേക പരിശീലനം പ്രാപ്തമാക്കിയ പൂജാരിമാർ ആ പുണ്യസ്ഥാനത്ത് ജ്വലിക്കുന്ന ഹോമകുണ്ഡത്തിൽ വിറകുകൾ വെച്ചുകൊണ്ട് അഗ്നി അണയാതെ പരിപാലിക്കുന്നു. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗർഹാൾ പർവ്വതനിരയിലുള്ള സ്വർഗാരോഹണി എന്ന പർവ്വതത്തിലാകുന്നു യുധിഷ്ഠിരന് സ്വർഗം പ്രാപ്തമായത്. അടുത്തത് ആകാശകാമിനി എന്നൊരു പുണ്യ നദിയെക്കുറിച്ച് മഹാഭാരതത്തിൽ പ്രസ്ഥാന പർവ്വത്തിൽ പരാമർശിക്കുന്നു. ഈ നദി ഉത്ഭവിക്കുന്നത് പഞ്ചപാണ്ഡവരിലെ അർജുനനാൽ പ്രതിഷ്ഠിതമായ തുംഗനാഥ് എന്ന പഞ്ചകേദാർനാഥിൽ ഉൾപ്പെടുന്ന ക്ഷേത്രത്തിന് സമീപമുള്ള മലനിരകളിലാകുന്നു. തുംഗനാഥിന് സമീപത്തുള്ള സ്വർഗഭൂമിയായിരുന്നു ദക്ഷശാപത്താൽ വലഞ്ഞ ചന്ദ്രദേവൻ നാരദ മഹർഷിയുടെ ഉപദേശത്താൽ മഹാദേവന് തപസ് ചെയ്തത്.